ഹലോ ഗായ്സ്, അപ്പം എവിടേക്കാണ് ഈ കെട്ടിപ്പെറുക്കണതെന്നല്ലേ? ഞങ്ങളെല്ലാവരും അവിടെ ഗുരുവായൂരൊന്ന് പോവാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ അവസ്ഥ ഒന്ന് കാണിക്കാൻ വെച്ചൊന്ന് ഈ വീഡിയോ എടുത്തതേ ഉള്ളൂ. കാരണം പണ്ടുമ്പോൾ ജസ്റ്റ് ഒരു ബാഗോ അല്ലെങ്കിൽ ഒരു ഫോണോ അല്ലെങ്കിൽ കുറച്ച് മേക്കപ്പ് ഐറ്റംസോ എടുത്ത് പോകുന്ന നമ്മൾ ഒരു കുട്ടിയായപ്പോഴത്തേക്കും കണ്ടില്ലേ, ബാഗ് നിറച്ചും കുട്ടികളുടെ സാധനം മാത്രമാണ് ഗൈസ്. ഒരു ലിപ്സ്റ്റിക് എടുത്ത് വെക്കാൻ ഒരു ഇച്ചിരി സ്ഥലം കിട്ടിയാൽ കിട്ടി എന്നുള്ള അവസ്ഥയാണ്. ഓക്കെ, അപ്പം ഇത് കുറച്ച് മുന്നേ പോയതാണ് കേട്ടോ. പിന്നെ നമുക്കറിയാലോ, നമ്മൾ ഈ യൂട്യൂബ് ചാനൽ കൊണ്ടു നടക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും മെമ്മറീസാണ്. ഓരോ വീഡിയോസും നമുക്ക് തന്നെ ഓരോ മെമ്മറീസാണ്. സോ മിസ്സാക്കി കളയാൻ തോന്നില്ല. എടുത്തു വെച്ച സാധനം എഡിറ്റ് ചെയ്യാൻ മടിയുള്ളതുകൊണ്ട് പിന്നെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ പിന്നെ കളയണ്ട, മീൻസ് എടുത്തതല്ലേ, അപ്പോൾ അതുകൊണ്ട് പോസ്റ്റ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹത്തിൻ്റെ മുകളിൽ ഞാൻ ഇത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ആരും എന്നെ പൊങ്കാലിടാൻ വരരുത്. ഓക്കെ, ഇത് കുറച്ച് മുന്നുള്ളതാണ്. അപ്പോൾ ചേച്ചി വീണ്ടും തടിച്ചോന്നും ചോദിക്കാതെ തടിയുള്ള സമയത്ത് കേട്ടോ, അപ്പോൾ അതിനിടയിൽ കൂടെ വരുന്നില്ല കേസ്. ഓക്കെ, തടിയുള്ള സമയത്തെടുത്താണ്. ഇപ്പോഴും വലിയ കുറച്ചിലൊന്നുമില്ല, എന്നാലും ഇതിനേക്കാളും കുറവാണ്. കണ്ടോ, ഒരുത്തി അഹങ്കാരത്തിൻ്റെ മുകളിൽ ഉറങ്ങി ഓടുന്ന കണ്ടില്ലേ, കണ്ടോ, കെട്ടിയോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നമുക്കിങ്ങനെയൊക്കെ ഓടാം. കുട്ടികളാകുമ്പോൾ നമ്മൾ ട്രോഫി ആകുമ്പം പിന്നെ ശ്രദ്ധിക്കണം. ഓക്കെ, കാറിലെത്തിയിട്ട് പച്ചൻ ആരോടെ ക്യൂ വിളിച്ച് ഞാൻ പോവാനേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഒരു അട്ടിക്കിട്ട പോലെ പോവാണ്. പക്ഷെ എന്നാലും ഇതൊരു രസമല്ലേ. അങ്ങോട്ട് കയറാനുള്ളൂ. കല്യാണിയെ ഓളെ വിളിച്ചിനെ, ഓളെ നാഷണലിലേക്ക് പോണ വഴിക്ക്, നാഷണലിലേക്ക് പോണ വഴിക്ക് അതെ അതെ ആക്ച്വലി തുമ്പീൻ്റെ ചോറൂണിന് ഞങ്ങൾക്ക് എല്ലാവർക്കുമാടെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് കല്യാണിക്ക് വരാൻ പറ്റിയില്ല, അമ്മയ്ക്ക് വരാൻ പറ്റില്ല. അമ്മേനെയും കൊണ്ടൊരു വഴിക്ക് പോകാൻ വെച്ചാൽ വലിയ ടാസ്ക്കാണ് കേസ്. കാരണം അമ്മയ്ക്ക് പശു ഉള്ളതുകൊണ്ട് അമ്മ എവിടെയും വരില്ല. പിന്നെ ഗുരുവായൂർ എന്നൊക്കെ കേട്ടാൽ പിന്നെ ഭക്തി കുറച്ച് കൂടുതലാണ്. അങ്ങനെ പിടിച്ചടിച്ച് കൊണ്ടുപോകുന്നതേ ഉള്ളൂ കേട്ടോ. തുമ്പിമോൾ അങ്ങനെ കളീൻ്റെ ഒടുവിൽ ഇങ്ങനെ ഉറക്കം തൂങ്ങി ഇങ്ങനെ അച്ഛൻ്റെ അടുത്തേക്ക് ചാഞ്ഞുണ്ട് കേട്ടോ. ഇവർക്ക് എനിക്ക് തോന്നുന്ന ആണുങ്ങളോടാണ് കുറച്ച് കൂടുതൽ ഇഷ്ടം. അച്ഛൻ, അപ്പു, കട്ട, വൈശാഖേട്ടൻ, അല്ലൂസ്, ഇങ്ങനെ എവിടെയൊക്കെയാണ്. പക്ഷെ നോക്കാൻ ഞങ്ങൾ വേണമെന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ പോവാണ് ഗൈസ്. അപ്പം ഗുരുവായൂർ പോകാറിനാൽ പിന്നെ ഞങ്ങളെല്ലാവരും ഇറങ്ങി ഓടും. കാരണം അത് പ്രത്യേക വൈബാണ് അല്ലേ. ഓക്കെ, അവിടെ പിന്നെ ഫുൾ കത്തിയടിയാണ് കേട്ടോ. ഏട്ടനും അനിയനും കൂടെ എന്തൊക്കെയോ കഥ കട്ടി മറിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പിന്നെ കുറച്ച് പ്രകൃതി രമണീയതയൊക്കെ കൊപ്പിയെടുത്തതാണ് ഗൈസ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഇന്ന് തന്നെ തിരിച്ചു വരും കേട്ടോ. അങ്ങനെ അവിടെ സ്റ്റേയും കാര്യങ്ങളൊന്നുമില്ല. അവിടെ പോകുന്നു, തൊഴുക, അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പം നമ്മൾ ഇന്ന് തന്നെ തിരിച്ചു വരും. ഓക്കെ, പിന്നെ അപ്പവും അമ്മയും ആരും ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്നൊരു കുഞ്ഞ് പ്ലാനിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനെ അടിപൊളി വ്യൂ ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ വേഗം എത്താനുള്ള ഓട്ടത്തിലാണ്. പിന്നെ അമ്മേനെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ എവിടെ പോവുകയാണെങ്കിലും ഇപ്പം തുമ്പീൻ്റെ ചോറൂണൊന്നും അമ്മേനെ കിട്ടിയിട്ടേ ഇല്ല. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, പശു ഉണ്ടാകുമ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, കറവയൊക്കെ ഉള്ളതാണ്. അങ്ങനെ അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയോണ്ട് ചായ കുടിച്ചില്ല. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറിയാണ് ഗൈസ്. അപ്പോൾ എപ്പോഴത്തെയും പോലെ ഞാൻ ഗീ റോസ്റ്റാണ് എപ്പോഴും. വൈശാട്ടനൊക്കെ മസാല ദോശയാണ് കേട്ടോ. മടക്കത് ഇവരെങ്ങോട്ട് പോകും? നമ്മൾ വരാൻ വെയിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വിട്ട് മൊത്തം ടീം തീരെ സഹകരിക്കും. ചമ്രവട്ടം പറയും.
അങ്ങനെ ഒരു വിധത്തിൽ തുമ്പിക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട്, കാരണം നമുക്ക് ഫുഡ് കൊടുക്കാൻ വലിയൊരു ടാസ്ക് തന്നെയാണ്. അങ്ങനെ ഫുഡൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ എത്തി. തുമ്പി എന്താ വരണ്ട് നിൽക്കുന്നേ? അല്ലേ അമ്മേ അമ്മേ അച്ഛനെ കൈ പൊട്ടു. ഒന്ന് തിരിഞ്ഞു നോക്ക് അച്ഛാ. നടന്നോ? അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എത്ര തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു എന്താ പറയുക, ചുറ്റും ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ഫീലിലേക്ക് വരും ഇല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്? എനിക്ക് എപ്പോഴും തോന്നുന്നൊരു കാര്യമാണ്, ചുറ്റിലും എത്ര ആളുണ്ടെങ്കിലും നമ്മളെപ്പോഴും ഒറ്റയ്ക്ക് നമ്മൾ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് എത്തിയപ്പോൾ ഒരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ പോയിട്ടുണ്ടെങ്കിൽ. എനിക്കെപ്പോഴും അത് പോയാൽ പിന്നെയും പോകാൻ തോന്നുന്നൊരു സ്ഥലമാണ്. നല്ല അടിപൊളി വെയിലായിരുന്നു കേട്ടോ, അത് പറയാണ്ടിരിക്കുമേ, നല്ല വെയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചുറ്റി അമ്പലത്തിനുള്ളിലൊക്കെ തൊഴുത് അങ്ങനെ. പിന്നെ അവിടെ നിന്ന് ഞാൻ ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. എപ്പോഴും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാറ്, അവിടെ നിന്ന് കഴിച്ചിട്ടില്ല. ചേച്ചി എവിടെയാ? വീട് എവിടെയാ? കൊടുവള്ളിയോ ആണ്? കൂടെ ആരുമില്ല? പോരുന്നോ എൻ്റെ കൂടെ? ഇല്ല, അങ്ങനെയൊന്നും ഞാൻ വരില്ല. പോയിക്കോ, വേറെ വിട്ടു പോയിക്കോ. കല്യാണം ഞാൻ ആരോട് പറയണം. പോയിക്കോ മോളേ. ഇപ്പൊ ഓക്ക് വേണ്ട, വെയിലുള്ള നമ്മൾ സ്പീഡ് പോന്ന. എപ്പോഴത്തെയും പോലെ ഇപ്പോഴും ആദ്യം ഞാൻ ഫുഡ് കഴിക്കും, എന്നിട്ട് അപ്പം ഏട്ടൻ കുട്ടീനെ നോക്കും, പിന്നെ ഏട്ടൻ ഫുഡ് കഴിക്കും. ഇത് ഞങ്ങൾ സ്ഥിരം അങ്ങനെയാണ് കേട്ടോ ഗൈസ്. അച്ഛനും അമ്മയും പാൽപ്പായസം കഴിക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ, കഴിക്കാനല്ല കഴിപ്പിക്കാൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വന്ന് അവരും ഫുഡ് കഴിച്ചു. പിന്നെ ഞങ്ങൾ തുമ്പിക്ക് ഫുഡ് കൊടുത്തു. പാർക്കിങ്ങിൻ്റെ ഏരിയയിൽ വെച്ചിട്ട് തന്നെ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ദിവസത്തേക്ക് വരുന്നതിന് റൂമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, പാർക്കിങ്ങും അടിപൊളി പാർക്കിംഗ് അല്ലേ. സോ അവിടെ നിന്ന് തന്നെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ആനപ്പന്തിയിൽ പോയിട്ടോ, കാരണം അവിടെ വന്നാൽ പിന്നെ അവിടെ പോകണമല്ലോ ഓഫ് കോഴ്സ്. അല്ലൂസേ ആനയെ കണ്ടോ മോനെ? എവിടെ? തുമ്പി ഫുഡടിയൊക്കെ കഴിഞ്ഞ് നല്ല ഉറക്കത്തിലേക്ക് പോയി ഗൈസ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അതിലേക്ക് ഇങ്ങനെ ചുറ്റടിച്ച് വരികയാണേ. അല്ലോ ഞാൻ വരൂല, എനിക്ക് ഫോട്ടോ എടുക്കണം, ഞാൻ വരൂല. ഫോട്ടോ എടുക്കുക. കണ്ടേ എന്തിനാ മോനെ കരയുന്നേ? എടാ കരയണ്ടടാ, എടാ അല്ലട്ടാ കരയണ്ട. ഞങ്ങളുണ്ടല്ലോ, ഞങ്ങള് ഫോട്ടോയിൽ ഈ ഉണ്ട്.
അങ്ങനെ അവൻ്റെ അടുത്ത് സംസാരിച്ച് ഞങ്ങൾ അവനെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടും കരച്ചിലൊന്നും മാറിയില്ല. പിന്നെ ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുത്തപ്പോഴാണ് ആൾ പിന്നെ നോർമലായത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ പന്തിയിൽ അവിടെ നിന്ന് ആനേനെയൊക്കെ കണ്ട് അല്ലുടൻ്റെ പണക്കൊക്കെ മാറ്റി അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ച് അങ്ങനെ ഞങ്ങൾ നൈസായിട്ട് തിരിച്ച് എന്താ മമ്മിയൂർ അമ്പലമല്ലേ അവിടേക്ക് പോവാണ് കേട്ടോ. ഇനി കഷ്ടപ്പാട്. അങ്ങനെ ഞങ്ങൾ ആനപ്പന്തി കഴിഞ്ഞ് നേരെ കാറൊക്കെയാണ് കഴിച്ച് ഞങ്ങൾ അവിടെ എത്തിയപ്പം അവിടെ അധികം തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. തുമ്പി ഇത് അടങ്ങിയിരിക്കുന്നുണ്ട്. അല്ലുട്ടനോട് ഓടിപ്പാഞ്ഞ് കളിക്കായിരുന്നു. അവിടെ ഒരു സ്റ്റേജ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്നൊക്കെ വൻ ഡാൻസ് ആയിരുന്നേ. അങ്ങനെ ഞങ്ങൾ വീണ്ടും പാർക്കിങ്ങിന് അവിടെ എത്തി. തുമ്പിക്കൊരു പഴമൊക്കെ കൊടുത്ത് വിശപ്പൊക്കെ ഒന്ന് ഒതുക്കി അവളെ അല്ലുട്ടനെയൊക്കെ ഒന്ന് മേല് കഴുകി ഡ്രസ്സൊക്കെ മാറ്റിച്ചു കൊടുത്തിട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും അമ്പലത്തിലേക്ക് ഗുരുവായൂർ അമ്പലത്തിലേക്ക് തന്നെ അങ്ങടേക്ക് പോവാണ് കേട്ടോ. പിന്നെ എവിടെയാണെങ്കിലും ഇവിടെ ആണെങ്കിലും പറശ്ശിനിക്കട ആണെങ്കിലൊക്കെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് മുല്ലപ്പൂ ചൂടാൻ ഞാൻ വല്ലാത്ത പൊറുതിയാണ് ഗൈസ്. സോ നമ്മൾ മുല്ലപ്പൂ ഒക്കെ വാങ്ങി പിന്നെ എപ്പോഴും ഗുരുവായൂർ പോയിട്ടില്ല. ഒന്നുകിൽ ഞാൻ തുളസീൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു റോസ് പൂവില്ലേ, അതിന് പേരെന്താണെന്ന് എനിക്കറിയില്ല, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ഇത് റീൽ എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്ത് വെച്ചതാണ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ വെച്ചു, പൂവൊക്കെ വെച്ചു. കല്യാണിക്ക് ഇഷ്ടമില്ലായിരുന്നു, അപ്പോൾ അവൾ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിന് അവിടേക്ക് പോയിട്ടോ. പിന്നെന്താണ് ഇന്ന് ഇപ്പം ജസ്റ്റ് ഒന്ന് തൊഴുത് ദീപാരാധനയും കൂടെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോരും. പിന്നെ ഗുരുവായൂർ പോയ ആൾക്കാരോട് പിന്നെ അവിടുത്തെ വൈബ് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അത്രയ്ക്കും എന്താ പറയുക, എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക വീണ്ടും പോകണം തോന്നുന്ന 2 അമ്പലങ്ങളാണ്. ഒന്ന് ഗുരുവായൂരും ഒന്ന് പറശ്ശിനിക്കടവും. രണ്ടും 2 തലമാണ് കേട്ടോ. പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അമ്പലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയുക പീസ്ഫുൾ, എന്താ പറയുക ആ ഒരു ഇതല്ല, ഒരു കൂൾ വൈബാണ്. ഇവിടെ ഗുരുവായൂർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഭയങ്കര കാമായിട്ടുള്ള എന്താ പറയുക വീണ്ടും വരണ ഒരു ഡിവോഷണൽ ആ ഒരു ലെവലിലാണ്. രണ്ടും 2ആണ്. പക്ഷേ രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. പോയി ഇരിക്കാൻ ഇങ്ങനെ കാമായിട്ടിരിക്കണം. പക്ഷേ ഇവരെയും കൊണ്ട് പോയാൽ കാമായിട്ടിരിക്കലൊന്നുമില്ല. അലമ്പ് 2 നല്ല അലമ്പ് കുട്ടികളായതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെ ഇവരെന്തൊക്കെ അവിടെ ഉള്ളിൽ തന്നെയുള്ള കടകളിൽ നൈസായിട്ട് ഇവരെ അലമ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും സാധനമൊക്കെ നോക്കി നിൽക്കായിരുന്നു കേട്ടോ. അച്ഛനും വൈശാട്ടനും എല്ലാവരും ഉണ്ടായിരുന്നേ. അങ്ങനെ അപ്പം ഞങ്ങളവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടൊന്നുമില്ലാത്ത രീതിയിൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അല്ലുട്ടനാണെങ്കിൽ അവിടെ ഈ പിന്നെ എന്തുണ്ടാവില്ലേ സെക്യൂരിറ്റീസ് ഉണ്ടാവില്ലേ, പോലീസ് അങ്ങനെയുള്ളവരൊക്കെ. അപ്പോൾ അവരെയൊക്കെ കണ്ടിട്ട് ഓരോ കയ്യിൽ തോക്കൊക്കെ കണ്ടിട്ട് ഭയങ്കര വണ്ടറടിച്ച് നിൽക്കേണ്ടായിരുന്നു. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ റീൽ എടുക്കുന്ന കേട്ടോ അതൊക്കെ. ഓക്കെ, പക്ഷെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും റീൽ ഇട്ടിട്ട് സമാധാനം ഉണ്ടല്ലോ. സെയിം പാട്ടും സെയിം ലൊക്കേഷനും സെയിം നടത്തും ഒക്കെ തന്നെ ആയിരിക്കും, എന്നാലും ഞാൻ ഇടും. ഓക്കെ, അപ്പം ഇന്നിവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടൊരു മൊമെൻ്റ് ഉണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു കുട്ടി നമ്മളെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വന്നു. അവിടെ അടുത്താണ് വീട്. ആളവിടെ വന്ന് തുമ്പീനെയൊക്കെ കണ്ടു, സംസാരിച്ചു. സോ അത്രയും ഹാപ്പിയാണ്. കാരണം നമ്മളെവിടെ പോയാലും നമ്മളെ അറിയുന്ന കുറച്ച് പേരുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മൂക്കടഞ്ഞിരിക്കട്ടെ അതാണ് സൗണ്ട് മാറിയിരിക്കണേ. ഓക്കെ, അറിയണ കുറച്ച് പേരുണ്ട്, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് നമ്മൾ പോലും അറിയാത്ത കുറച്ച് വ്യക്തികൾക്ക് നമ്മളോടുള്ളൊരു സ്നേഹവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷിക്കാനുള്ളൊരു കാര്യമില്ലേ അല്ലേ അത്. സോ ഈ പിക്കിൽ കാണുന്ന ആളാണ് കേട്ടോ അരുണിമ. ആള് നമ്മളെ കാണാനായിട്ട് അവിടെ വന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷം. ഇപ്പോഴും ടച്ചിലുള്ളൊരു വ്യക്തിയാണ് കേട്ടോ. നമ്മൾ കുറച്ച് നേരം ഉള്ളിലൊക്കെ അതിലൊക്കെ പോയി പിന്നെ അപ്പുറത്ത് കുറേ നേരം ഇരുന്ന് അങ്ങനെ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ തിരിച്ചു വന്നത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുമ്മീനെ കുറേ അവിടെ അതിലൂടെയൊക്കെ നടത്തി. അല്ലുട്ടനെ കുറേ അതിൽ ഓടിക്കളിച്ചു. അവന് പിന്നാലെ ഓടണം എന്നാലും വേണ്ടില്ല, അവൻ്റെ സന്തോഷം. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ നൈസായിട്ട് ഇവിടെ ഒരു ചായ കുടിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. അച്ഛനും വൈശാട്ടനും ഏതോ വഴിക്ക് പോയിട്ടുണ്ടായിരുന്നു. അമ്മയും ഞങ്ങളൊക്കെ അവിടെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓരോ വഴിക്ക് പോയിട്ട്. ഓക്കെ, പിന്നെ തുമ്പി പിച്ച വെച്ച് തുടങ്ങിയ സമയമാണ് കേട്ടോ. ആ സമയമാണ് ഇത്. കുറച്ച് മുമ്പെടുത്ത വീഡിയോ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പം ഇതൊക്കെ ഒരു ഓർമ്മയാണ് അല്ലേ. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് തുമ്പി ഇങ്ങനെ നടക്കണമോ കാണുമ്പം ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ ഇതെല്ലാം നമുക്ക് ഓരോ മെമ്മറീസാണ്. സോ ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യണവർ ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഉള്ളവർക്കൊക്കെ പ്രത്യേകം മനസ്സിലാവും നമ്മൾ ചെയ്യണത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാ ഓർമ്മകളിലെ ഇതൊക്കെ ഇവർ വലുതാകുമ്പോൾ കാണുമ്പോൾ എന്ത് രസമായിരിക്കും. എനിക്കിപ്പോഴും അല്ലുട്ടൻ്റെ പണ്ടത്തെ വീഡിയോസൊക്കെ എടുത്ത് കാണുമ്പം വല്ലാണ്ട് കണ്ണ് നിറയും, ഭയങ്കര സന്തോഷം തോന്നും. കാരണം അവൻ്റെ കുഞ്ഞുനാളിലെ എല്ലാ ഓർമ്മകളും ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. സോ അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ മിസ്സാക്കേണ്ടത് വെച്ചാൽ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു റൊമാൻസാണ് മക്കളെ. ഓക്കെ,
പിന്നെ ഇതാ അല്ലുട്ടൻ കണ്ടില്ല, അല്ലുട്ടൻ അപ്പുറത്തൊരു പോലീസുകാരനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞ് എനിക്ക് ആ തോക്ക് വേണ്ടിയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടേ നൈസായിട്ട് പേടിയാണ് ആശാൻ. എന്നാലോ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഇടയിൽ കൂടെ പോകാനുള്ളതേ ഉള്ളൂ ആൾ. പിന്നെ ഫുള്ള് വികൃതിയായിരുന്നു. പിന്നെ വികൃതിക്ക് പിന്നെ ഒന്നും പറയണ്ടേ, എവിടെ മഞ്ചാടി കണ്ടാലും വൈശാട്ടം വായിരിക്കും. മഞ്ചാടി വരച്ച കുട്ടിക്ക് വികൃതി കൂടുന്നല്ലേ പറയണ്ടേ, ഞാൻ തന്നെ പറയും നിങ്ങൾ തന്നെ നോക്കിയാൽ മതിയിട്ടോന്ന്. അത്രയും വികൃതി കളിക്കും. എന്നാലും വൈശാട്ടിനെ എവിടെ കണ്ടാലൊന്ന് വാരിക്കണം. മൂപ്പർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ മൂപ്പർ അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യുന്നതാണ് അതിനൊക്കെ ഓടിപ്പോയി ചെയ്യുന്നുണ്ട്. പിടിച്ചു വെച്ച കരയും ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഞാൻ അധികം അലമ്പാക്കാൻ പോയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വരാനുള്ള ഏകദേശം സമയമൊക്കെ ആയി തുടങ്ങി കേട്ടോ. പിന്നെ നൈസായിട്ട് അതിലേക്ക് നടന്നൊരു വീഡിയോ ഒക്കെ എടുത്തതാണ്. ഓക്കെ, അപ്പം തിരിച്ചു വരാനാവുക എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു സങ്കടം കേട്ടോ. അവിടെ പോകുമ്പോൾ ഭയങ്കര ആക്രാന്തമായിരിക്കും, അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് അവിടെ ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ പരിപാടികളൊക്കെ നടക്കുന്നത് എപ്പോഴും നടക്കണമെന്ന് തോന്നൂല്ലേ, ഞാൻ എപ്പോൾ പോകുമ്പോൾ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ പിന്നെ ഇവിടെ ഞങ്ങൾ കടകളിലൊക്കെ കയറിയത് എന്തായാലും വേണമല്ലോ. ഓക്കെ, ഞാൻ കുപ്പിവള പ്രാന്തിയാണ്, എവിടെ പോയിട്ടും കുപ്പിവള വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം കളറൊക്കെ ആയിട്ടുണ്ട്, ഇനിയും മാറ്റണം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു, പാർക്കിങ്ങിന് അവിടെ തന്നെ വന്നു. സാരിയൊക്കെ മാറ്റി ഈ ഡ്രസ്സിലേക്ക് മാറിയപ്പോഴാണ് മക്കളെ ശരിക്കും ശ്വാസം വീണത്. കുറേ നേരം ഇതിൽ പിടിച്ച് നിൽക്കാനാവില്ല കണ്ട, അവളും ഡ്രസ്സൊക്കെ മാറിക്കണ്ട ഞങ്ങൾ കണ്ണാച്ചിക്കൊല്ലത്തിലായി. പിന്നെ ഞങ്ങൾ പോണ സമയത്ത് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. ഞാൻ ഇനി വീട്ടിലെപ്പോഴാണ് എത്തുകയെന്നറിയില്ല. അങ്ങനെ പോണ വഴിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കണ്ടോ. അമ്മ വെജിറ്റേറിയൻ ആയിട്ട് തുമ്പീനെ നൈസായിട്ട് അവിടെ കൊടുക്കും. എപ്പോഴും ഫുഡ് കഴിക്കാൻ നേരത്ത് അമ്മേൻ്റെ അടുത്ത് കൊടുക്കുക. എന്നിട്ട് ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടി പോകട്ടോ. അങ്ങനെ അപ്പം ഇതാ കണ്ടോ, ബിരിയാണിയും പൊറോട്ടയും അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെയാണ് കഴിച്ചത്. തിരിച്ച് പോകുമ്പോൾ അങ്ങനെ വേണമല്ലോ അല്ലേ. അങ്ങനെ കണ്ടു കോലം നല്ല കോലത്തിലിരിക്കണം. അങ്ങനെ ഞങ്ങൾ വീടെത്താനായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ബോധമില്ലാതെ ഉറങ്ങുകയാണ്. ഇടയ്ക്ക് എപ്പോഴോ കണ്ണ് തുറന്നിട്ടൊരു വീഡിയോ എടുത്ത് ഞാൻ അതേപടി ഷട്ടപ്പടേന്ന് പറഞ്ഞിട്ട് പോയി കിടന്നുറങ്ങി. വണ്ടി കണ്ടാൽ ഞാൻ ഉറങ്ങും ഗൈസ്. ടാറ്റ കൊടുക്ക്, ടാറ്റ ടാറ്റ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു, നമ്മുടെ ഒരു മെമ്മറി അല്ലേ. അത് നിങ്ങളിലേക്കും കൂടെ ഷെയർ ചെയ്യണു, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സോ ഇനി അടുത്ത വീഡിയോ വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു. അപ്പോൾ നമ്മുടെ ഫാമിലി ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ടാറ്റാ.